ഇവിടെ പരീക്ഷത്തിന്റെ ജന്മം വിവരിക്കുന്ന ഭാഗത്ത് യുദ്ധം അവസാനിക്കുന്ന അവിടുന്നാണ് കഥ തുടങ്ങുന്നത്. അപ്പോൾ ഈ കുരുക്ഷേത്ര യുദ്ധ സമയത്ത് ഭീമനും ദുര്യോധനും തമ്മിൽ വളരെ അതിഗംഭീരമായ യുദ്ധമുണ്ടായി. ഗദായുദ്ധം. ദുര്യോധനാർക്കും തോൽപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ പ്രത്യേക വരമൊക്കെ കിട്ടിയ ആളാണ്. പക്ഷേ ദുര്യോധൻ്റെ വീക്ക് പോയിന്റ് ഉണ്ട്. അത് ശ്രീകൃഷ്ണൻ അറിയാം. അങ്ങനെ ശ്രീകൃഷ്ണൻ്റെ അനുഗ്രഹത്തോടു കൂടി ശ്രീകൃഷ്ണൻ കൊടുത്ത മെസ്സേജ് സിഗ്നലൊക്കെ മനസ്സിലാക്കി ഭീമൻ ദുര്യോധൻ്റെ തുട അടിച്ചു പൊട്ടിച്ച് ദുര്യോധനെ തോൽപ്പിച്ചു. അങ്ങനെ ദുര്യോധനൻ മൃതപ്രായനായിട്ട് അങ്ങനെ കിടക്കുകയാണ്. അതോടുകൂടി അന്നത്തെ യുദ്ധവും തീർന്നു. അപ്പോൾ ആണ് അശ്വത്ഥമാവ് വരുന്നത്. അപ്പോഴേക്ക് രാത്രിയായാലും പണ്ടത്തെ കാലത്ത് യുദ്ധമൊന്നും ചെയ്യാൻ പാടില്ല. യുദ്ധത്തിനൊക്കെ നിയമങ്ങളുണ്ട്. അപ്പോൾ ഇത് കിടക്കണേ കണ്ടപ്പം, ദുര്യോധൻ്റെ കിടപ്പ് കണ്ടപ്പം അശ്വത്ഥമാവിന് പ്രശ്നമായി. അപ്പോൾ ഇനിയൊന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് അശ്വത്ഥമാവ് അവിടെ താവളത്തിൽ ഉറങ്ങിക്കിടന്നിരുന്ന അവരുടെ കുട്ടികളൊക്കെ കൊന്ന് അവരുടെ തലയെടുത്തിട്ട് ദുര്യോധനെ കൊണ്ടുപോയി കാണിച്ചു. അത്ര ദുര്യോധനൻ സന്തോഷിക്കുമെന്നാണ് അശ്വത്ഥമാവ് വിചാരിച്ചത്. പക്ഷേ ദുര്യോധനൻ സന്തോഷിച്ചൊന്നുമില്ല, അതൃപ്തി പറയുകയും ചെയ്തു. കാരണം ഇത് ചെയ്യാൻ പാടില്ല, രാത്രി അധർമ്മമാണ് ചെയ്തത്, ഇത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതേ സമയത്ത് ഈ മക്കള് നഷ്ടപ്പെട്ട സംഭവം അറിഞ്ഞോടുകൂടി പാഞ്ചാലി വലിയ പ്രശ്നത്തിലായി. കരച്ചിൽ, ദുഃഖം കൊണ്ട് വലിയ പ്രശ്നം. അപ്പം അർജുനൻ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഈ അശ്വത്ഥമാവിൻ്റെ തല ഞാൻ വെട്ടിയെടുത്ത് കൊണ്ടുവരുന്നുണ്ട്, എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇരുന്നിട്ട് നമ്മൾ മക്കൾക്കുള്ള ശേഷക്രിയകളൊക്കെ ചെയ്യുള്ളൂ. അങ്ങനെ ഒരു വലിയ പ്രതിജ്ഞയൊക്കെ എടുത്ത് ആള് അശ്വത്ഥമാവിനെ പിടിക്കാനായിട്ട് ഇറങ്ങി അർജുനൻ. അപ്പോൾ അർജുനൻ്റെ ഈ വരവും എല്ലാം തയ്യാറായിട്ടുള്ള വരവെല്ലാം കൂടി കണ്ടപ്പോൾ അശ്വത്ഥമാവിന് മനസ്സിലായി ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പന്തിയല്ല. അപ്പം ഓടിയെന്നാണ് അർജുനൻ പിന്നാലെ. അങ്ങനെ ഓടി രക്ഷപ്പെടാൻ നോക്കി സകല പഴുതും അടഞ്ഞപ്പം അശ്വത്ഥമാവ് എന്ത് ചെയ്തു? ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു എന്നാണ്. പക്ഷേ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കണമെങ്കിൽ അതിന് ചില വിധികളൊക്കെ ഉണ്ട്. അശ്വത്ഥമാവ് ഈ വിധികളൊക്കെ തെറ്റിച്ചിട്ടാണ് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചത്. അപ്പോൾ അർജുനൻ നോക്കിയപ്പം ഇതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ അർജുനൻ ശ്രീകൃഷ്ണനെ ശരണം പ്രാപിച്ചു. ശ്രീകൃഷ്ണനോട് പ്രാർത്ഥിച്ചു, ഈ അത്യുജ്വലമായ തേജസ്സോടുകൂടി വരുന്ന ഈ ആയുധം എന്താണ് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല, ഇതിനെങ്ങനെ നേരിടണമെന്നും മനസ്സിലാവുന്നില്ല. അപ്പം അങ്ങ് അതിനുള്ള ഉപദേശം തരണം എന്ന് പറഞ്ഞിട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, അത് ബ്രഹ്മാസ്ത്രമാണ്, പക്ഷേ അശ്വത്ഥമാവ് വിധിപ്രകാരമല്ല അതിനെ പ്രയോഗിച്ചിരിക്കുന്നത്. പ്രയോഗിക്കാനേ അറിയുള്ളൂ, അതിനെ എങ്ങനെ ഉപസംഹരിക്കണം, എങ്ങനെ റിട്ടേൺ എടുക്കണം എന്നൊന്നും അശ്വത്ഥമാവിന് അറിയില്ല. അത് പാനിക്കായിട്ടങ്ങനെ പ്രാണരക്ഷാർത്ഥം പ്രയോഗിച്ചാണ്. അപ്പോൾ ബ്രഹ്മാസ്ത്രത്തിന് ബ്രഹ്മാസ്ത്രം തന്നെയാണ് പ്രതിവിധിയുള്ളത്. അപ്പം നീ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ച് അതിനെ നിർവീര്യമാക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ അർജുനൻ അതുപ്രകാരം വിധിപ്രകാരം ആദ്യം ഭഗവാനെ തൊഴുത് പ്രദക്ഷിണം ചെയ്ത് പെർമിഷനൊക്കെ വാങ്ങി അങ്ങനെ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ച് അശ്വത്ഥമാവ് പ്രയോഗിച്ച ആയുധത്തിന് നിർവീര്യമാക്കി. എല്ലാം പൂർണ്ണമായിട്ട് കഴിഞ്ഞു എന്നാണ് വിചാരിച്ച്. എന്നിട്ട് അശ്വത്ഥമാവിനെ ബന്ധിച്ച് കൊണ്ടുവന്നു പാഞ്ചാലിയുടെ മുന്നിൽ നിർത്തി. പാഞ്ചാലിയുടെ മുന്നിൽ നിർത്തിയിട്ട് പറഞ്ഞു, നമുക്ക് ഇവനെ വധിക്കാം. അപ്പം ഭഗവാനോട് അർജുനൻ പ്രാർത്ഥിച്ചതിൽ കുറച്ച് വാക്കുകൾ ഭാഗവത്തിൽ എടുത്തു പറയുന്നുണ്ട്. പലപ്പോഴും നമ്മൾ സ്കിപ്പ് ചെയ്തു പോകുന്നൊരു ഭാഗമാണത് വായിക്കുമ്പോൾ. അത് വെറും ആലങ്കാരികമായിട്ട് പറഞ്ഞതല്ല അല്ലേ. അർജുനൻ പറയുന്ന മോക്ഷദായകനായി നിനക്ക് ഈ ഭൗതിക ദുഃഖത്തിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പം പിന്നെ ഭഗവാനെ അഭിസംബോധന ചെയ്യുന്ന പ്രകൃതിയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ആളാണ്, നീ പ്രകൃതിയിൽ നിന്ന് മാറി നിൽക്കുന്ന പുരുഷനാണ് എന്നാണ് വേറൊന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മായാതീതനായിട്ടാണ് ഭഗവാനെ കാണുന്നത് തന്നെ. ഭൗതികമായ എത്ര വലിയ സങ്കടത്തിൽ നിന്നും രക്ഷിക്കാൻ സാധിക്കുന്ന
ആളാണ്, മോക്ഷദായകനാണെന്ന. മോക്ഷദായകൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സംസാര നിവൃത്തി തരാൻ സാധിക്കുന്ന ആളാണ്. പിന്നെ എല്ലാം ഈ കാണുന്ന സൃഷ്ടിയുടെ ആദി കാരണമാണ് അങ്ങ്. ഇതൊക്കെ നമ്മൾ ആലോചിക്കുന്നത് ഒരത്യാപത്ത് വരുന്ന സമയത്താണ് ഈ പ്രാർത്ഥന എന്നുള്ളതാണ്. ഈ തത്വങ്ങൾ മുഴുവൻ ആലോചിച്ചത്. എന്നിട്ട് പ്രത്യക്ഷ ഈശ്വരനാണ് അങ്ങ്, അതാണ് അടുത്ത വാക്ക് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന, ഞാൻ എൻ്റെ മുന്നിൽ കാണുന്നത് ഈശ്വര ശക്തിയുടെ പ്രത്യക്ഷ രൂപമാണ്. ഞാൻ വളരെ സംക്ഷിപ്തമായിട്ടാണ് പറയുന്നത് കേട്ടോ. ഓരോ വാക്കും ഒത്തിരി വിശദീകരിക്കാണ്ട്. എന്നാൽ നമുക്ക് തത്വത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇത്രയും വാക്കുകളൊന്ന് പറയുന്നുള്ളൂ. എന്നിട്ട് പിന്നെ പറയുന്നു, ജ്ഞാനശക്തിയായ മായയെ തള്ളിക്കളഞ്ഞിരിക്കാൽ വികാരാദി ദോഷങ്ങളില്ലാത്ത ആളാണെന്ന, നിർവികാരനെന്ന. നിർവികാരൻ എന്ന് പറഞ്ഞാൽ മാറ്റങ്ങളില്ലാത്ത ആൾ. മാറ്റങ്ങളെല്ലാം മായാശക്തിക്ക് അകത്തേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഭഗവാൻ മായയ്ക്ക് പുറത്തായത് കാരണം വികാരങ്ങളില്ല, മാറ്റങ്ങളില്ലാത്ത ആളാണ്. പിന്നെ കേവലം ബ്രഹ്മം മാത്രമായിട്ട്, തത്വം മാത്രമായിട്ടിരിക്കുന്ന ആൾ കേവലനാണെന്ന. നമ്മൾ കൈവല്യ ഉപനിഷത്തിലാണ് ഈ വാക്ക് ശരിക്കും പഠിക്കുക. ഈ കേവലാവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് കൈലാസം. ഇതൊക്കെ നമ്മൾ ഇതുവരെ വിചാരിച്ചു വെച്ചിരിക്കുന്ന കൈലാസം എന്ന് പറഞ്ഞാൽ എവിടെയുള്ള സ്ഥലം എന്നാണ്. കൈലാസത്തിൽ ശിവനിരിക്കുന്ന പറഞ്ഞാൽ കേവലം തത്വം മാത്രമായിരിക്കുന്ന അവസ്ഥയാണ്. അത് തന്നെ ശിവരൂപം. പിന്നെ പറയുന്ന ഈ മായാഭ്രമത്തിൽപ്പെട്ട ജീവന്മാർക്ക് എല്ലാം മുക്തി നൽകുന്ന ആളാണ്, പുരുഷാർത്ഥങ്ങൾ നൽകുന്ന ആളാണ്. ധർമാർത്ഥം കാമം മോക്ഷം എല്ലാം നൽകുന്ന ആളാണല്ലോ അങ്ങ്. പിന്നെ ഭഗവാന്റെ അവതാര രൂപങ്ങളെക്കുറിച്ച് പറഞ്ഞു. അങ്ങയുടെ അവതാരം എന്തിനാണ്? ദുഷ്ടനിഗ്രഹത്തിനും സാധു സംരക്ഷണത്തിനും വേണ്ടിയിട്ടാണ്, ധർമ്മ സംസ്ഥാപനത്തിനും വേണ്ടിയിട്ടാണ്. ഇതൊക്കെ ഒന്നാണ്ട് ഓർമ്മിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ രൂപം ഭക്തർക്ക് ധ്യാനിക്കാനുള്ളതാണ് എന്നും പറഞ്ഞു. ഇതൊക്കെ നമ്മൾ ഭഗവത്ഗീത ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് പഠിക്കുന്ന ഭാഗമാണ്, അവതാര രഹസ്യങ്ങൾ. ഇവിടെ അതൊക്കെ ഒന്ന് ഓർമ്മിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിച്ചു, ഈ ആയുധം, എൻ്റെ നേർക്ക് വരുന്ന ഈ ആയുധം എന്താണ്, എവിടെ നിന്നുണ്ടായി എന്നൊക്കെയാണ് ചോദ്യം. അപ്പോഴാണ് ശ്രീകൃഷ്ണൻ പറഞ്ഞത്, ബ്രഹ്മാസ്ത്രമാണ്, അത് വിധിപ്രകാരമൊന്നുമല്ല പ്രയോഗിച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം മനസ്സിലാവാതെ പോകുന്നു. അപ്പോൾ അതിന് ബ്രഹ്മാസ്ത്രം തന്നെ പ്രയോഗിച്ചിട്ട് വേണം അതിനെ നിഗ്രഹിക്കാൻ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അശ്വത്ഥമാവ് എന്ന് പറഞ്ഞാൽ ആരാണ്? അശ്വത്ഥമാവ് മമതയുടെ പ്രതീകമാണ്. മമത, എൻ്റേത്, ഞാൻ, അഹങ്കാരവും, മമത എൻ്റേത്. അപ്പോൾ ഈ മഹാഭാരതം മുഴുവൻ എടുത്തു നോക്കിയാൽ ദ്രോണരുടെ എല്ലാ പതനവും അശ്വത്ഥമാവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് കാണാം. മമതയാണ് പ്രശ്നം. ഈ മമത വന്നു കഴിഞ്ഞാൽ നമുക്ക് ധർമ്മം അധർമ്മം തിരിച്ചറിയാൻ പറ്റാണ്ടാവും. നിയമങ്ങൾ തെറ്റിച്ചിട്ടോ കർമ്മത്തിൽ നിഷിദ്ധ കർമ്മങ്ങൾ വരെ ചെയ്തു പോകും എന്നുള്ളത്. ഇതിവിടെ ഇപ്പം ദുര്യോധനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അധർമ്മം പ്രവർത്തിച്ചത്. പിന്നെ ബ്രഹ്മാസ്ത്ര പ്രയോഗം, അതും തെറ്റായ വിധത്തിലാണ്. അപ്പം ഇതെല്ലാം സന്തോഷിപ്പിക്കാനുള്ള ശ്രമവും രക്ഷപ്പെടാനുള്ള ശ്രമവും ഒക്കെയാണ്. അതൊക്കെയാണ് മമതയുടെ പ്രശ്നങ്ങൾ. മമത ഉള്ളവർ ആത്മജ്ഞാനത്തിനെ തെറ്റായി മനസ്സിലാക്കും. ഈ ബ്രഹ്മാസ്ത്ര പ്രയോഗം തെറ്റിപ്പോയി എന്ന് പറഞ്ഞാണ് ജ്ഞാനത്തിനെ തെറ്റായി പ്രയോഗിക്കുന്നതാണ്. അവർ എങ്ങനെങ്കിലും വിജയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരോ. അറിവിന് വേണ്ടിയല്ല, ഇല്ലെങ്കിൽ അവനവൻ്റെ അജ്ഞാനത്തെ നശിപ്പിക്കാൻ വേണ്ടിയല്ല, സ്ഥാനമാനങ്ങൾ കിട്ടാൻ വേണ്ടി പ്രയോഗിച്ചുകൊണ്ടിരിക്കും. അതാണ് അവനവൻ്റെ ഉള്ളിലെ അശ്വത്ഥമാവ് എന്ന ഭാവം, ഞാനും എൻ്റേതും എന്നുള്ള ഭാവത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. തെറ്റായ കർമ്മങ്ങളാണെങ്കിലോ വലിയ വലിയ ദുഃഖങ്ങൾക്ക് കാരണമാവും. അർജുനൻ്റെ സ്ഥിതി നോക്കുകയാണെങ്കിലോ, അർജുനൻ എന്ന് പറഞ്ഞ ശിഷ്യനാണ്, ഭഗവാന്റെ ശിഷ്യനാണ്, സമർപ്പണഭാവം ഉള്ള ആളാണ്, ആത്മജ്ഞാനം ലഭിച്ച ആളാണ്, ഭഗവാന്റെ ഉപദേശം കിട്ടിയിരിക്കുകയാണ്. അതെപ്പോഴാണ് കിട്ടിയത്? സമർപ്പണഭാവം ഉണ്ടായപ്പോഴാണ് ഉപദേശം കിട്ടിയത്. അപ്പോൾ ആ അറിവിനെ വേണ്ട വിധത്തിൽ പ്രയോഗിക്കാൻ അർജുനന് സാധിക്കുന്നുണ്ട്. ശരിയായ പ്രയോഗത്തിലൂടെ, അറിവിൻ്റെ ഈ ശരിയായ പ്രയോഗത്തിലൂടെ മാത്രമേ തെറ്റായ കർമ്മഫലങ്ങളെ മാറ്റാൻ പറ്റുള്ളൂ. അതാണ് ഈ കഥയ്ക്കകത്തുനിന്ന് മനസ്സിലാക്കാനുള്ളത്. അഥവാ നമ്മുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ തെറ്റുപറ്റിപ്പോയാലും ജ്ഞാനത്തിലൂടെ അതിനെ തിരുത്താൻ പറ്റും.
ഒരു അത്യാപത്ത് വന്ന സമയത്ത്, ഒരു വലിയ ഘോരമായ ദുഃഖം വരുന്ന സമയത്ത് അർജുനൻ പാനിക് ആയിട്ടില്ല എന്നുള്ള, ഭ്രമിച്ചു പോയില്ല, ഭഗവാനെ ഓർമ്മിച്ചു. എന്താണോ ചെയ്യേണ്ടത്, അതിൻ്റെ ശരിയായ ഉപദേശം എവിടുന്നാണോ കിട്ടുക, ആ സ്ഥലം തന്നെയാണ് ഓർമ്മിച്ചത്, ഭഗവാനെ തന്നെ ഓർമ്മിച്ചു എന്നുള്ളതാണ്. എന്നിട്ടോ ചെയ്യാൻ അറിയട്ടില്ല, അർജുന ബ്രഹ്മാസ്ത്ര പ്രയോഗമൊക്കെ അറിയാം, പക്ഷേ ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി, സമർപ്പണ ഭാവത്തോടു കൂടിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോഴേ ഈശ്വര കൃപ നമ്മളിലേക്ക് എത്തുകയുള്ളൂ. ഭഗവാനാണ് നമ്മളെ രക്ഷിക്കുന്നത് എന്നൊരു ബോധത്തിൽ വേണം നിൽക്കാൻ. അതാണ് ഈ കഥയിൽ പറയുന്നത്. ഏത് ആപത്ഘട്ടം ഉണ്ടായാലും ഈശ്വര സ്മരണ നിലനിർത്തണം, ഈശ്വര തത്വം ഓർമ്മിക്കണം. ഈശ്വര സ്മരണ നിലനിർത്തണം, ഈശ്വര തത്വം ഓർമ്മിക്കണം, സ്മരിക്കണം. ഈശ്വരാർപ്പണത്തോടു കൂടി മാത്രമേ കർമ്മങ്ങൾ ചെയ്യാവൂ. ഈശ്വരാർപ്പണത്തോടു കൂടി അറിവിനെ ശരിയായി പ്രയോഗിക്കുക. ഇതാണ് എപ്പോഴും മനസ്സിലൊരു ഭാവം വേണം. എപ്പോഴും എന്നെ രക്ഷിക്കാൻ എൻ്റെ ഭഗവാനുണ്ട്, ഇതാണ് ഓർമ്മിക്കേണ്ടത്. എന്നിട്ടോ ഈശ്വര കർമ്മം ലഭിക്കുന്ന മനോഭാവത്തോടു കൂടി കർമ്മം ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ഈ പ്രാർത്ഥനയ്ക്കകത്ത് പറഞ്ഞു. അപ്പോൾ ഈ ആത്മതത്വം മുഴുവൻ അന്നേരം ഓർമ്മിച്ചു എന്നുള്ളതാണ്. പരബ്രഹ്മത്തിനെ ഓർമ്മിച്ചു, പരബ്രഹ്മത്തിനകത്ത് സൃഷ്ടിയെ ഓർമ്മിച്ചു, രൂപം എന്താണെന്ന് ഓർമ്മിച്ചു, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞു. അർജുനൻ ഇതൊക്കെ എങ്ങനെ ഓർമ്മ വന്നു? അതാണ് അടുത്തത്. നമുക്കൊക്കെ ഒരു അത്യാവശ്യം വരുന്ന സമയത്ത് ഇതൊന്നും ഓർമ്മയുണ്ടാവില്ല. യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് അർജുനന് ഗീതോപദേശം കിട്ടിയിട്ടുണ്ട്. ആ കിട്ടിയ ഉപദേശമൊന്നും അർജുനൻ മറന്നുപോയിട്ടില്ല. ഇതിപ്പോൾ യുദ്ധത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഇതൊക്കെ ഇപ്പോൾ ഓർമ്മ വരണമെങ്കിൽ ഭഗവാൻ അവിടെ വിശ്വരൂപം കാണിച്ചു കൊടുത്തു, വിഭൂതിയോഗം പറഞ്ഞു കൊടുത്തു, സമർപ്പണത്തിനെക്കുറിച്ചും ഭക്തിയെക്കുറിച്ചും ഒക്കെ പറഞ്ഞു കൊടുത്ത, അതെല്ലാം ആ സമയത്ത് ആപത്ഘട്ടത്തിൽ ഓർമ്മ വന്നു. അർജുന ഭാവം ഉണ്ടെങ്കിൽ നമ്മൾക്കും ഇങ്ങനെയാണ് ഈ ആത്മതത്വം ഓർമ്മ വരണം. അപ്പോൾ സാധാരണ അങ്ങനെ ഇല്ലല്ലോ. ഇപ്പോൾ ഒരു സത്സംഗം കേട്ടു, അത് മറന്നുപോയി, ഒരു ക്ലാസ് കേട്ടു, മറന്നുപോയി. പക്ഷെ അർജുനൻ ഇത്രയും വലിയൊരു സിറ്റുവേഷൻ്റെ, ഒരു ക്രൈസിസ് വന്ന് നിൽക്കുന്ന സമയത്ത് അത് കേട്ടിട്ടും വേണ്ട സമയത്ത് ഓർമ്മിച്ചെങ്കിൽ അത് കേൾക്കേണ്ടതുപോലെ കേട്ടു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാനുള്ളത്. ആ ഒരു ഭാവമാണ് വളർത്തിയെടുക്കേണ്ടത്, അർജുന ഭാവം എന്ന് പറയും. അപ്പോൾ അർജുനൻ്റെ ഈ പ്രാർത്ഥനയിൽ നിന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. ഭഗവാനും അർജുനും കൂടിയുള്ള ഒരു ബന്ധം എങ്ങനെയുണ്ടായി, അതുപോലെ ഭക്തരായ നമ്മളും ഭഗവത് തത്വമായിട്ട് ഇങ്ങനെ ഒരു ബന്ധത്തിൽ വരണം. എന്നാലേ ദുഃഖനിവൃത്തി എന്ന തലത്തിലേക്ക് നമുക്ക് ജീവിതത്തിനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അങ്ങനെ പാഞ്ചാലിയുടെ മുന്നിൽ ഇപ്പം അശ്വത്ഥാമാവിനെ കൊണ്ടുപോയി നിർത്തി. അപ്പോൾ പാഞ്ചാലി പറഞ്ഞു, ഏതായാലും കൊല്ലണ്ട എന്ന് പറഞ്ഞു. കാരണം എന്താണ്? കൊല്ലാതിരിക്കാൻ കുറേ കാരണങ്ങളും പറഞ്ഞതാണ്. ഗുരുവിൻ്റെ പുത്രനല്ലേ, ഗുരുവിൻ്റെ പുത്രൻ ഗുരുവിന് തുല്യം തന്നെയാണ്, ഗുരുവിനെ പോലെ കാണണം, അതാണ് അതിൻ്റെ ധർമ്മം. അതുകൊണ്ട് നമ്മൾ ഇദ്ദേഹത്തിനെ കൊന്നു കഴിഞ്ഞാൽ ഗുരുവിനെ കൊല്ലുന്നത് പോലെയാവും. അപ്പോൾ അതൊരു പാപമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. അതിലൊരു സെൻറ്റൻസ് പറയുന്നത് തന്നെ വളരെ രസമാണ്. ദ്രോണർ തന്നെയാണല്ലോ ദ്രോണരുടെ പുത്രനായി നിൽക്കുന്നത് എന്ന്. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ കാണുന്നത് ബൃഹദാരണ്യക ഉപനിഷത്തിലാണ്. അവിടെ പിന്നെ ഒരു പിതാവ് തൻ്റെ കാലമായി എന്നറിയുന്ന സമയത്ത് പുത്രനെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ തന്നെയാണല്ലോ നീ, അപ്പോൾ എന്നിലൂടെ പൂർത്തിയാക്കാത്ത കർമ്മങ്ങൾ നിന്നിലൂടെ പൂർത്തിയാവട്ടെ എന്ന് പറഞ്ഞു. അതേ കാര്യം തന്നെ ഇവിടെ നമ്മൾ ഭാഗവതത്തിലും കാണുന്നുണ്ട്. അശ്വത്ഥമാവിനെ നോക്കിയിട്ട് ദ്രോണർ തന്നെയാണല്ലോ അശ്വത്ഥമാവ്, അതുകൊണ്ട് അശ്വത്ഥമാവിനെ കൊന്നു കഴിഞ്ഞാൽ ദ്രോണർ എന്ന രൂപം ഓൾറെഡി മരിച്ചു കഴിഞ്ഞാണ്. പക്ഷെ ഇവിടെ തുല്യമായിട്ട് കാണണം. അപ്പം അത് ധർമ്മമല്ല എന്നാണ് പാഞ്ചാലി പറയുന്നത്. പിന്നെ അടുത്തത് പറഞ്ഞത്, ദ്രോണരില്ല, അശ്വത്ഥമാവിൻ്റെ അമ്മയെക്കുറിച്ച് ആലോചിക്കണം. അവർ വളരെ പതിവ്രതയായിട്ടുള്ള ഒരു അമ്മയാണ്. ഇപ്പോൾ ദ്രോണർ മരിച്ചിട്ടും അവർ ജീവിച്ചിരിക്കുന്നത് പുത്രനുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഈ പുത്രനും കൂടി ഇല്ലാണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ആ അമ്മയ്ക്ക് ആരുണ്ട്? അപ്പോൾ അത് ഇദ്ദേഹത്തിനെ വധിക്കുന്നത് ശരിയല്ല. ഇതാണ് പാഞ്ചാലിയുടെ രണ്ടാമത്തെ വാദം. മൂന്നാമത്തത് പറഞ്ഞു, ഇനി ഇത്രയും മഹാനായ ഒരു ദ്രോണരുടെ വംശപരമ്പര നിലനിൽക്കണമെങ്കിൽ അശ്വത്ഥമാവ് ജീവിച്ചിരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ആ തലത്തിലും നമ്മളിത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞപ്പം
യുധിഷ്ഠിരനും ബാക്കി എല്ലാവർക്കും സന്തോഷം. സന്തോഷം എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്, ഈ വാദത്തിൽ ധർമ്മമുണ്ട്, അപ്പോൾ അത് അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ ഭീമൻ സമ്മതിച്ചില്ല. ഭീമൻ പറയണു അത് ശരിയല്ല, ഇവൻ അധർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ വധാർഹനാണ്, അതുകൊണ്ട് അവൻ വധിക്കപ്പെടുക തന്നെ വേണമെന്നാണ് ഭീമൻ്റെ ഒരു വാദം ഉണ്ടായത്. അങ്ങനെ ഒരു സ്ഥലത്ത് ഭീമൻ വധിക്കണം എന്ന് പറയണു, അതേസമയം പാഞ്ചാലി വധിക്കരുത് എന്ന് പറയണു. പിടിച്ചുകൊണ്ടുവന്ന അർജുനൻ കൺഫ്യൂഷനായി, സംശയത്തിൽ നിൽക്കുകയാണ്, എന്താ ഇപ്പോൾ ചെയ്യേണ്ടത് എന്നറിയാം. കാരണം പ്രതിജ്ഞ എന്താണ്? അശ്വത്ഥാമാവിൻ്റെ തലയിലിരുന്ന് മക്കൾ തലയെ പലകയാക്കിയിട്ട് ഇരുന്നിട്ട് വേണം മക്കൾക്ക് ഈ ശേഷക്രിയ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ അതിപ്പോൾ ആ വാഗ്ദാനം നിറവേറ്റും വേണ്ട, അങ്ങനെ എല്ലാം കൂടി ഒരു കൺഫ്യൂഷനായിട്ടുള്ളൊരു സ്ഥിതിയായി. അപ്പോൾ എല്ലാവരും കൂടി ഭഗവാനോട് ചോദിച്ചു എന്താ വേണ്ടത്. അപ്പോൾ അതിൻ്റെ ഉത്തരം ഭഗവാൻ പറയുന്നതിൻ്റെ മുന്നേ നമുക്ക് പാഞ്ചാലിയുടെ വാക്കുകളൊന്ന് നോക്കാനുണ്ട്. എന്തുകൊണ്ടാണ് പാഞ്ചാലിയുടെ വാക്കുകൾ എല്ലാവരും അംഗീകരിച്ചത് എന്നുള്ള. അപ്പോൾ വളരെ ശ്രദ്ധിക്കാനുള്ള കാര്യം, നമ്മളെ കമ്മ്യൂണിക്കേഷനിലെ കുറച്ച് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. 6 കാര്യങ്ങൾ വേണമെന്നാണ് വാക്കുകൾക്കുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ. 6 അതിൽ ധർമ്മം വേണം, ന്യായം വേണം, കാരുണ്യം വേണം, പരമാർത്ഥമായിരിക്കണം, സമതയുണ്ടായിരിക്കണം, മഹത്വം ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതെല്ലാം സാധാരണ മറ്റുള്ളവരും കൂടി കൺസിഡർ ചെയ്യണം. എന്നിട്ട് അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്തൊക്കെയാണെന്നൊക്കെ ആലോചിക്കണം. ഇങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് വേണം വാക്കുകൾ പ്രയോഗിക്കേണ്ടത്. അപ്പോൾ ദ്രൗപദിയുടെ വാക്കുകൾ ഇതൊക്കെ ഉണ്ടായിരുന്നു, അത് കാരണം എല്ലാവരും അംഗീകരിച്ചു. ഭീമൻ മാത്രമേ അത് അംഗീകരിക്കാതിരുന്നുള്ളൂ. അപ്പോൾ ശ്രീകൃഷ്ണൻ്റെ അടുത്ത് ഈ കൺഫ്യൂഷനായിട്ടിരുന്നപ്പോൾ ശ്രീകൃഷ്ണൻ പറഞ്ഞു, ഇവർ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്, വധിക്കപ്പെടേണ്ടവരെ വധിക്കണം, രക്ഷിക്കേണ്ടവരെ രക്ഷിക്കണം, അതാണ് ശാസ്ത്രം. ജ്ഞാനികളെ, ബ്രാഹ്മണരെ ഹനിക്കരുത് എന്ന് പറഞ്ഞു. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ ജാതിയല്ല, അറിവുള്ളവരെ വധിക്കരുത്. ആദതായികളെ വധിക്കാം. ആദതായി എന്ന് പറഞ്ഞാൽ വധാർഹരായവരെ വധിക്കാം, അതാണ് ശാസ്ത്രം. അപ്പം ഒരു കാര്യം ചെയ്യൂ, ഭീമനും അർജുനോടെ പറയുന്നത്, ഭീമനും പാഞ്ചാലിക്കും എനിക്കും പ്രിയമായത് ചെയ്തു കൊള്ളുക, ഫുൾ ഫ്രീഡം അർജുനന്. പക്ഷെ അത് 3 ആൾക്കും അംഗീകരിക്കാൻ പറ്റുന്നതായിരിക്കണം. അപ്പം ഭഗവാൻ ഉറപ്പാണ് അവിടെ അർജുനൻ്റെ പ്രവൃത്തി കറക്റ്റായിരിക്കും എന്നുള്ളത്, അതാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അർജുനൻ നോക്കിയ അശ്വത്ഥാമാവിൻ്റെ ശിരസിൽ ഈ രത്നം ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് മുടിയോടുകൂടി പിഴുതെടുത്ത് അശ്വത്ഥാമാവിന് വധിച്ചതിന് തുല്യമായി. എന്നിട്ട് കെട്ടഴിച്ച് വിട്ടു, അലിയാൻ വിട്ടു. അങ്ങനെ ഇവരുടെ ദയ കൊണ്ട് ജീവൻ തിരിച്ചു കിട്ടിയ അശ്വത്ഥാമാവ് പോയി എന്നാണ്. അപ്പോൾ ആജീവനാന്തം ദേഹത്തിന് ജീവനുണ്ടെങ്കിലും വധിക്കപ്പെട്ടവന് തുല്യനായിട്ട് അങ്ങനെ പോയി. അപ്പം അത് ബ്രാഹ്മണനെ വധിച്ചതായിട്ട് കണക്കാക്കിക്കൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവർ ഗംഗാതീരത്ത് പോയി ഈ മരിച്ചുപോയ കുട്ടികൾക്ക് വേണ്ടിയുള്ള അവരുടെ ശവസംസ്കാരാദി ചടങ്ങുകളും ബാക്കി കർമ്മങ്ങളൊക്കെ അങ്ങനെ ചെയ്ത് ഒക്കെ ശരിയായല്ലോ എന്ന് വിചാരിച്ച് നിൽക്കണം. അപ്പോഴാണ് ഉത്തര ഓടി വരുന്നത്. ഉത്തര ഭയങ്കരമായിട്ട് പരിഭ്രാന്തിയോടുകൂടി ഓടി വന്ന് ഭഗവാന്റെ അടുത്ത് വന്നു, രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഓടി വന്നു. അപ്പോൾ എന്താ സംഭവം ചോദിച്ചപ്പോൾ ഉത്തരയ്ക്ക് നേരെ ഒരു ആയുധം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഭഗവാനോട് ചോദിച്ചത് എന്താ സംഭവം. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, മുമ്പത്തെ ബ്രഹ്മാസ്ത്രത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ അംശം, അത് പാണ്ഡവരെ മുഴുവൻ നശിപ്പിക്കണം എന്നൊരു സങ്കല്പം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പാണ്ഡവർക്ക് നേരെയും ഇനി മുന്നോട്ട് വരാൻ പോകുന്ന കുട്ടികളും ഇനിയിപ്പോൾ ജനിക്കാൻ പോകുന്ന കുട്ടിയും കൂടിയാണ് കൊല്ലാൻ വേണ്ടി വരുന്നത്. അപ്പോൾ അതിനെ തടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു ശരി. ഏതായാലും ഭഗവാൻ ഉടനെ ചക്രം എടുത്തു, പാണ്ഡവന്മാരെ നേരെ വരുന്ന ആയുധത്തിനെ നിർവീര്യമാക്കി. അപ്പം ബ്രഹ്മാസ്ത്രം വൈഷ്ണവ തേജസ്സിൽ ലയിച്ചു എന്നാണ്, അതിന് വേറൊരു തത്വമുണ്ട്. അപ്പം അതിൽ ലയിച്ചു കഴിഞ്ഞു. പിന്നെ ഉത്തരയുടെ ഗർഭത്തിലേക്ക് എന്ന് പറഞ്ഞാൽ അഭിമന്യുയുടെ ഭാര്യ, അഭിമന്യു മരിച്ചുപോയി. ഉത്തരയുടെ ഗർഭത്തിലേക്ക് വന്നുകൊണ്ടിരുന്ന ഗർഭത്തിനെ വൈഷ്ണവ തേജസ് കൊണ്ട് സംരക്ഷിച്ച് നിർത്തി. അപ്പോൾ അവിടെയും ബ്രഹ്മാസ്ത്രം നിർവീര്യമായി. അങ്ങനെ ആ കുട്ടിയെ ഗർഭത്തിലിരിക്കെ തന്നെ രക്ഷിച്ചു, ഇല്ലെങ്കിൽ അത് അവിടെ പോവുമായിരുന്നു.
അങ്ങനെ ജനിച്ച കുട്ടിയാണ് പരീക്ഷിത്ത്. അപ്പോൾ നമ്മൾ ഈ അധ്യായം പറയുന്ന പരീക്ഷത്തിൻ്റെ ജന്മത്തിനെ കുറിച്ചാണ്. അങ്ങനെ പരീക്ഷിത്ത് ജനിക്കുന്നതിന് മുമ്പേ ഭഗവാന്റെ എല്ലാ അനുഗ്രഹവും വാങ്ങി ഭഗവത് സാന്നിധ്യം അറിഞ്ഞ് ജനിച്ച കുട്ടിയാണ് പരീക്ഷിത്ത്. അത് കാരണം ജനിച്ചപ്പോഴേ വലിയ കേമനായിട്ട് തന്നെയാണ് ജനിച്ചിരിക്കുന്നതും ലോക ചക്രവർത്തിയായിട്ട് വാണു. അങ്ങനെയൊക്കെയുണ്ട്. നമ്മൾ ആ കഥാഭാഗം അങ്ങോട്ട് വിട്ടുകൊണ്ട് പരീക്ഷിത്തും നമ്മളും കൂടി എന്താണ് ബന്ധം, ഇവിടെയാണ് നോക്കാനുള്ളത്. പരീക്ഷിത്ത് ഭൗതികമായിട്ട് എല്ലാ നേട്ടങ്ങളും ഉണ്ടായിരുന്നു. പരീക്ഷത്തിനെ നമ്മൾ ഒരു കഥാപാത്രമായിട്ടാണ് ഇതുവരെ കണ്ടത്. പരീക്ഷിത്ത് എന്ന വാക്കാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആ പേര് എന്തിനു കൊടുത്തു? വ്യാസന്റെ രചനകളിലൊക്കെ വ്യാസകൂടം എന്ന് പറയും. ഒരുപാട് രഹസ്യങ്ങളാണ് ഓരോ കഥാപാത്രത്തിനും. പരത്തെ ഈക്ഷിക്കുന്നവനാണ് പരീക്ഷിത്ത്. വാക്കിൻ്റെ അർത്ഥമാണ് പരത്തെ, ഏറ്റവും ശ്രേഷ്ഠമായതിനെ അന്വേഷിച്ച് നടക്കുന്നവൻ, നോക്കി നടക്കുന്നവൻ ഒക്കെയാണ് പരീക്ഷിത്ത് വാക്കിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ആത്മാവിനെ അന്വേഷിക്കുന്നവൻ. എന്താ അങ്ങനെ അന്വേഷിക്കാൻ കാരണം? ഗർഭത്തിലിരിക്കുമ്പോഴേ ഈ ഭഗവത് സാന്നിധ്യം അനുഭവിച്ചു, ആ ആനന്ദം അനുഭവിച്ചു. പക്ഷെ പിന്നീട് ഒന്നും കാണാനുമില്ല, ജനിച്ചു കഴിഞ്ഞപ്പോൾ ഇല്ല. പക്ഷെ ഈ സ്മരണ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ വസ്തുക്കളിലും ഈ ആനന്ദത്തെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഞാൻ കണ്ട ഭഗവാൻ എവിടെ പോയി, ആ ഭഗവത് സ്വരൂപം എവിടെ പോയി എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആൾ. സകല വസ്തുവിലും ഈശ്വരാന്വേഷണം നടത്തുന്നവൻ. ആ മനോഭാവത്തിനാണ് പരീക്ഷിത് ഭാവം എന്ന് പറഞ്ഞു. അതുള്ളവരൊക്കെയാണ് പരീക്ഷിതാവുന്നത്. അല്ലാതെ ഇതൊരു കുട്ടി ജനിച്ചു എന്ന അർത്ഥത്തിൽ അതിനെ മനസ്സിലാക്കരുത്. അപ്പോഴേ നമ്മൾ ഇത് എന്താണ് പറയുക, തത്വത്തിലേക്ക് ഇറങ്ങുള്ളൂ. ഭാഗവത തത്വമാണല്ലോ വേണ്ടത്. പരീക്ഷത്തിന് ചില പ്രത്യേക ഗുണങ്ങളൊക്കെ ഉണ്ട്. ആത്മാന്വേഷണത്തിനുള്ള ത്വരയുണ്ട്. അതിലേറെ പരീക്ഷിത്ത് കലിയും കൂടിയുള്ള ഒരു സംഭാഷണം നമ്മൾ ഭാഗവത മഹാത്മ്യത്തിൽ അത് കണ്ടു. അപ്പോൾ കലിയെ ഉപദ്രവിക്കാതെ വിട്ടുന്നു. അതിനൊരു കാരണം പറഞ്ഞു. കലിക്ക് സംഗതി ദുഷ്ടതരമൊക്കെ ഉണ്ടെങ്കിലും ഒരു ഗുണമുണ്ടെന്ന് പരീക്ഷിത്ത് മഹാരാജാവ് വന്ന് കണ്ടത്. എന്തായിരുന്നു ഗുണം? നാമജപം കൊണ്ട് മോക്ഷം കിട്ടാനുള്ള ഗുണം. അത് കലിയുടെ ഒരു പ്രത്യേക കഴിവാണ്. കലികാലത്തിൽ അങ്ങനെയാണ്. ജപം കൊണ്ട് ആത്മദർശനത്തിനുള്ള സാധ്യതയുണ്ട്. അത് കാരണം കലിയെ ഉപദ്രവിക്കാതെ വിട്ടു. പിന്നെ അന്ന് കലി വന്നിട്ട് എന്നെ ഉപദ്രവിക്കരുത്, ശരണാഗതനാണ് പറഞ്ഞു. അപ്പോൾ ശരണാഗതരെ രക്ഷിക്കാനുള്ള സ്വഭാവമുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ളത് കാരണം കലിയെ ഉപദ്രവിക്കാതെ അന്ന് വിട്ടു. അത് അങ്ങനെയുള്ള ഭാവത്തിന് പരീക്ഷിത്ത് ഭാവം. ഇത്രയും കാര്യങ്ങൾ പരീക്ഷത്തിൻ്റെ നമ്മൾ ആലോചിക്കും. പരീക്ഷത്തിൻ്റെ ഒരു ചരിത്രത്തിൽ ആലോചിക്കുമ്പോൾ അദ്ദേഹവും കലിയും കൂടി ഉണ്ടായ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ ശരിക്ക് പരീക്ഷിത്ത് എന്ന് പറഞ്ഞാൽ ആരാണ് എന്നപ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. ഈ ജന്മത്തിൻ്റെ കാര്യവും പരീക്ഷിത്ത് എന്ന പേരെങ്ങനെ വന്നു, അതിനുശേഷം പരീക്ഷത്തിൻ്റെ പ്രവർത്തികൾ ഇനി മുന്നോട്ടുണ്ട്. ഇത്രയും വലിയ പരീക്ഷിത്ത് എന്തിനാണ് മഹർഷിയുടെ കഴുത്തിലൊരു പാമ്പിനെ തോണ്ടിയിട്ടത് എന്ന ഒരു ചോദ്യമൊക്കെ ഇനി വരാനുണ്ട്. അപ്പോഴേ ഈ കഥ മുഴുവനാവുള്ളൂ. അപ്പോൾ പരീക്ഷിത ഭാവം എന്ന് പറയുമ്പം സൃഷ്ടി, അതായത് ഈ സംസാരം, നമ്മുടെ ഈ ലോകാനുഭവം സുഖവും ദുഃഖവും ഉള്ളതാണ് എന്ന അറിവാണ് ആദ്യത്തെ. ഈ സുഖദുഃഖങ്ങളെ, അവസരങ്ങളെ വേണ്ട വിധം പ്രയോജനപ്പെടുത്തിയാൽ ആത്മസാക്ഷാത്കാരം എന്ന ലക്ഷ്യത്തിലേക്ക് എത്താം, ഈശ്വര ദർശനം എന്ന ലക്ഷ്യത്തിലേക്ക് എത്താം. അതിനായി പ്രവർത്തിക്കുകയും ചെയ്യണം. ഇങ്ങനെ എന്ന് പറഞ്ഞ ഒരു സെൻറ്റൻസിൽ നമ്മൾ പറയുകയാണെങ്കിൽ സൃഷ്ടി എന്നത് സുഖവും ദുഃഖവും ഉള്ളതാണെന്നും ആ അവസരങ്ങളെ വേണ്ട വിധം പ്രയോജനപ്പെടുത്തിയാൽ ഈശ്വര ദർശനമെന്ന ലക്ഷ്യത്തിലെത്താമെന്നും അറിയുകയും അതിനായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനോഭാവമാണ് പരീക്ഷിത്ത് ഭാവം. അപ്പം നമ്മൾ പരീക്ഷത്തിന് ആദ്യം ആലോചിക്കേണ്ട കർമ്മചക്രത്തിൽ കുടുങ്ങിപ്പോയ അഭിമന്യുവിൻ്റെ പുത്രനാണ്. അഭിമന്യു എന്ന് പറഞ്ഞാൽ അഭിമാനം. കർമ്മചക്രത്തിൽ കുടുങ്ങിപ്പോകുന്ന അഭിമാനം തന്നെയാണ്. അതിൽ നിന്നാണ് ഈ ഭാവം ഉരുത്തിരിഞ്ഞ് വരേണ്ടത്. അത് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. നമ്മളെല്ലാവരും എല്ലാ കർമ്മങ്ങളിലൂടെയും ഈശ്വരനെ തന്നെയാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെ ഉള്ളിലും ആ പരീക്ഷിത്ത് ഭാവം ഉണ്ട്. അതിനെ നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്നില്ല. എല്ലാവരും ആനന്ദാന്വേഷണമാണ് ചെയ്യുന്നത്. അത് നമ്മളുടെ ഉള്ളിൽ മുമ്പത്തെ നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് എപ്പോഴോ ഒരു ആനന്ദ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ആ സ്മരണ ഉള്ളതുകൊണ്ടാണ്
നമ്മൾ എന്തൊക്കെ കിട്ടിയാലും തൃപ്തിയില്ലാത്തത്. ജീവിതത്തിൽ എന്തൊക്കെ നേടിയാലും വീണ്ടും ആനന്ദ അന്വേഷണം ചെയ്തുകൊണ്ടിരിക്കും. ഓരോ വസ്തുക്കളെയും പരീക്ഷിച്ചും കൊണ്ട് പോന്നു. പരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ എക്സ്പെരിമെൻ്റ് എന്ന അർത്ഥത്തിലല്ല, കർമ്മങ്ങളിലൂടെ ഈശ്വരാന്വേഷണം ചെയ്തുകൊണ്ട് പോകുന്നത്. ഇതാണ് പരീക്ഷത്തിൻ്റെ ജന്മം എന്ന് നമുക്ക് മനസ്സിലാവാനുള്ളത്. ഈ ഭാഗത്ത് 7-ാം അധ്യായം. ഇതിന് ശേഷം പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.